നമുക്കൊപ്പം ഇന്ന് പോഡ്കാസ്റ്റിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ഫിലിപ്സൺ നൈപ്പാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഹോമിയോപ്പതിയിൽ അലർജി പൂർണ്ണമായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുമോ? തീർച്ചയായും. ഹോമിയോപ്പതി എന്ന് പറഞ്ഞ ഒരു വൈദ്യശാസ്ത്രം അലർജി പോലത്തെ ഡിസീസുകൾക്ക് വളരെ മികവുറ്റ രീതിയിൽ ചികിത്സ നടത്തുവാൻ സാധിക്കുന്ന ഒന്നാണ്. കാരണം ഒരു വ്യക്തിക്ക് അലർജി വരിക എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ശരീരത്തിലുള്ളൊരു സെൻസിറ്റീവ് റിയാക്ഷനാണ്, ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ളൊരു അവസ്ഥകളിൽ വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് അലർജിയെ പൂർണ്ണമായി ഭേദമാക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് വന്നിരിക്കുന്നത് ഒരു 6 മന്ത് ഒക്കെ കൂടുമ്പോൾ നമ്മൾ ലാബ് ടെസ്റ്റ് ചെക്ക് ചെയ്യും. ഇനി അതനുസരിച്ചാണ് നമ്മൾ എത്രമാത്രം അലർജി ബെറ്റർ ആയിട്ടുണ്ട്, ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് പോകുന്നത്. 2022 നാഷണൽ കോൺഫറൻസ് നടക്കുകയുണ്ടായി. അതിൽ അലർജിയെക്കുറിച്ച് ഒരു പ്രബന്ധം തയ്യാറാക്കാൻ വരെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിലൊക്കെ കണ്ടുവരുന്നത് ഒരു 6 മന്ത് to 1 year ഒരു കാലാവധി ചെയ്യുന്നത്. എൻ്റെ പൊതുവേ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു അലർജി ആയിട്ടൊരു പേഷ്യൻറ്റ് വരുവാണെങ്കിൽ അവരാദ്യം ലബോറട്ടറി ടെസ്റ്റിന് സജസ്റ്റ് ചെയ്യും. ബ്ലഡ് റൊട്ടീൻ, AEC, IgE പോലത്തെ ടെസ്റ്റുകൾ ചെയ്യാൻ പറയും. അതിനുശേഷം അത് റിസൾട്ട് കിട്ടിയതിന് ശേഷം പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കേസ് ടേക്കിങ്, പിന്നെ നമ്മൾ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുകയാണ്. മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തൊരു 3 months കൂടുമ്പോൾ നമ്മൾ എത്രമാത്രം അലർജി കൗണ്ട് ഡൗൺ ആയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലബോറട്ടറിയിൽ റീചെക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് നോർമൽ എത്തുന്നവരെയാണ് എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ പോകുന്നത്. ഹോമിയോപ്പതിയിൽ വൃക്ക സംബന്ധമായ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും നിങ്ങളുടെ സമീപനം എങ്ങനെയാണ് ഡോക്ടർ? ഹോമിയോപ്പതി ആണെങ്കിലും ഇപ്പോൾ ഏതൊരു സിസ്റ്റം ആണെങ്കിലും ഡയഗ്നോസിസ് മെത്തേഡ്സ് എല്ലാം ഒരേ രീതിയാണ്. ഇതിനകത്ത് വൃക്ക പോലത്തെ രോഗങ്ങളിൽ വരുന്നത് നമ്മൾ ഒന്ന് ക്രോണിക് റീനൽ ഫെയിലർ ആയിട്ടുള്ള കേസുകൾ, പിന്നെ വരുന്നത് മൂത്രത്തിൽ കല്ല് അല്ലെങ്കിൽ കിഡ്നിയിൽ കല്ല് എന്ന് പറയുന്നത്, പിന്നെ റിക്കറൻ്റ് ആയിട്ട് വരുന്ന യൂറിനറി ഇൻഫെക്ഷൻസ്, ആയിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. ഇതിനകത്ത് ഈ ക്രോണിക് റീനൽ ഫെയിലർ ആയിട്ടുള്ള കേസുകളിലാണ് നമുക്ക് ഇച്ചിരി ഒരു ഡിഫക്റ്റീവ് എന്ന് വെച്ചാൽ പൂർണ്ണമായി ബെറ്ററാക്കാൻ പറ്റില്ല എന്നാണ്, പൂർണ്ണമായ ഡിസീസിനെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും, പക്ഷേ അതിനൊരു ടൈം പീരീഡ് കൂടുതലെടുക്കും. ബാക്കി എല്ലാ രോഗങ്ങൾക്കും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഹോമിയോപ്പതിയിൽ റിസൾട്ട് ഉണ്ട്. അത് ചെയ്യുന്നത് നോർമലായിട്ടുള്ള ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻ്റെ കൂടെ തന്നെ ആ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യും. അവരുടെ ഇമോഷൻസ്, അവരുടെ മെൻ്റൽ, അവരുടെ ഫിസിക്കൽസ്, അവർക്ക് ഈ രോഗം വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു മെഡിസിനിട്ട് എത്തുന്നത്. പേഷ്യൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ വൃക്കരോഗങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ട്, വളരെ ക്യൂറായിട്ടുള്ള രീതിയിൽ തന്നെയുള്ളൊരു സമീപനം നമുക്ക് ലഭിക്കുന്നുണ്ട്. വൃക്കരോഗികൾക്ക് പരമ്പരാഗത ചികിത്സയ്ക്കൊപ്പം തന്നെ ഈ ഹോമിയോ ചികിത്സ ചെയ്യാൻ പറ്റുമോ? വൃക്കരോഗികളിൽ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ക്രോണിക് റീനൽ ഫങ്ഷൻ ഡിസീസ് എന്നൊക്കെ പറയുമ്പോൾ, ക്രോണിക് ഡിസീസ്, അങ്ങനെയുള്ള ഒരു ഡിസീസ് കണ്ടീഷനിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ മെഡിസിൻ കഴിച്ചിട്ടിരുന്നാലും അവർ ക്രിയാറ്റിൻ ലെവലിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ അവരൊരു ഡയാലിസിസിന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. കാരണം ഈ ക്രോണിക് റീനൽ ഡിസീസ് വരുമ്പോൾ തന്നെ അവർ ഡയാലിസിസിന് മോഡേൺ മെഡിസിൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ട് മോഡേൺ മെഡിസിനെ മാറ്റി നിർത്താൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഒരു ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഹോമിയോപ്പതിനെ ഉപകരിക്കുന്നുണ്ട്. ഹോമിയോപ്പതി അങ്ങനെ ചെയ്യുന്നുണ്ട്. എൻ്റെ പല കേസുകളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു 3 month or 6 month കൂടിയുള്ള ഡെയിലി റൊട്ടീൻ ചെക്കപ്പ് ആ കൂടെ നടക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആൾട്ടർനേറ്റീവായിട്ട് നമ്മുടെ മെഡിസിൻസും പോകുന്നുണ്ട്. നല്ലൊരു റിസൾട്ട് ലഭിക്കുന്നുണ്ട്. ഈ ഒരു അലർജി എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് കിട്ടുന്നതാണോ? ശരിയാണ്. അത് നമ്മൾ ഫാമിലി ഹിസ്റ്ററി നോക്കുമ്പോൾ അമ്മയുടെ സൈഡിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ സൈഡിലുള്ളവർക്ക് ഒരു അലർജി കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് ഇവരുടെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചായിരുന്നു, 3 ടെസ്റ്റാണ് ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അതിനകത്ത് IgE എന്ന് പറയുന്ന ഒരു ജെനറ്റിക് ക്രോസിങ്ങിൽ വരുന്നതാണ്. ഈ ഫാദറിനോ അല്ലെങ്കിൽ മദറിനോ IgE ലെവൽ ഹൈ ആണെങ്കിൽ അത് കുട്ടിക്ക് വരാനുള്ള ചാൻസ് 60% ഉണ്ട്. അതുകൊണ്ട് പാരമ്പരികമായിട്ട് അത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ IgE ലെവൽ ഹൈ ആവുന്ന കേസുകളിൽ അങ്ങനെ ഒരു ഹിസ്റ്ററി കാണുന്നുണ്ട്. സർ, ചില വ്യക്തികൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ അമിതമായിട്ട് ഒന്നുമില്ലാണ്ട് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് തുമ്മും. അപ്പോൾ തന്നെ അതേപോലെ തണുത്ത വെള്ളത്തിൽ കൈ തൊട്ടാലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കൈ തൊട്ടാലോ അമിതമായിട്ട് തുമ്മുന്നുണ്ട്. പിന്നെ ചില സ്മെൽസുകൾ കിട്ടുമ്പോഴേക്കും അല്ലെങ്കിൽ എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴേക്കും ഒക്കെ ഇങ്ങനെ തുമ്മുന്നുണ്ട്. അപ്പോൾ അത് അലർജി കാരണമാണോ? അതെ, അലർജിയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഒരു സെൻസിറ്റീവാണ്, ഹൈപ്പർ സെൻസിറ്റീവ് ഒരു റിയാക്ഷനാണ്.
രാവിലെ എണീക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ തണുപ്പുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ റൂമിൻ്റെ ഡസ്റ്റ് ആയിരിക്കും, ഡസ്റ്റ് അലർജി ആയിരിക്കും, അല്ലെങ്കിൽ ക്ലൈമറ്റ് അലർജി ആയിരിക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സെൻസിറ്റീവ് വരും. ഞാൻ എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്ത് പറയുന്ന അവർക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ശരീരത്തിൽ നോർമലി ഒരു ഡിഫെൻസീവ് മെക്കാനിസം ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഒരു 10 പട്ടാളക്കാരുണ്ട്. ഇന്ന് അലർജി എന്ന് പറഞ്ഞാൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആക്ഷൻ വരുന്നു. ആ വരുമ്പോൾ നമ്മുടെ പട്ടാളക്കാർക്ക് അതിനെ നശിപ്പിക്കാൻ സാധിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികുമ്പോൾ നമ്മുടെ പട്ടാളക്കാർ അവിടെ ഹെൽപ്ലെസ് ആയിട്ട് പോകുന്നൊരവസ്ഥ. അന്നേരം എന്ത് പറ്റും? അലർജി കൗണ്ട് റേസ് ആവും. കാരണം അലർജി നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നില്ല. അന്നേരം നമ്മുടെ ശരീരത്തിൽ അലർജി കൗണ്ട് കൂടും. നമ്മൾ ലബോറട്ടറിയിൽ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നത് നമ്മുടെ സൈഡ് വീക്കാണെന്നും അലർജിയുടെ സൈഡ് ഹൈ ആണെന്നുമാണ് കാണുന്നത്. അതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ ഡിഫൻസ് നമ്മൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം. ഹോമിയോപ്പതിയിൽ ചെയ്യുന്നത് അതാണ്. ആ വ്യക്തിയുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുക, അല്ലെങ്കിൽ സെൻസിറ്റീവ് റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ മറ്റതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോർമലിലേക്ക് എത്തിക്കുക. ആ ഒരു ലെവലിലാണ് വരുന്നത്. നമ്മൾ മെഡിസിൻസ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടും. അന്നേരം അലർജി അല്ലെങ്കിൽ സെൻസിറ്റീവ് പോലത്തെ ഒരു റിയാക്ഷൻസ് നമുക്ക് വരാത്ത രീതിയിൽ ബോഡി സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഈ ആസ്മ, എക്സിമ പോലുള്ള അലർജി രോഗങ്ങളെ ഹോമിയോയിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ IgE AC പോലത്തെ ടെസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഇപ്പം അലർജി വന്ന ഒരു റാഷസ്, എക്സിമ, അർട്ടിക്കേറിയ എന്നൊക്കെ പറഞ്ഞ രോഗങ്ങളും ഈ പറഞ്ഞ രീതിയിലാണ് വരുന്നത്. അതും ഈ പറഞ്ഞ പോലെ പേഷ്യൻറ്റിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ്, അവർക്ക് ഇത് വരാനുള്ള റീസൺ, ഇവർക്കിത് വന്നപ്പോൾ ഉള്ള സിംറ്റംസ്, പിന്നെ ഇവർക്കിത് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഇമോഷണൽ പ്ലെയിൻസ് അല്ലെങ്കിൽ മെൻ്റൽ ജനറൽസ് എന്തെങ്കിലും ഉണ്ടോ അതും കൂടി കളക്ട് ചെയ്തിട്ട് പിന്നെ ഫാമിലി ഹിസ്റ്ററി ഇത്രയും നോക്കി ഇത് വെച്ച് നമ്മളൊരു റൂബ്രിക് എന്ന് പറയും, റൂബ്രിക്സ് എടുത്ത് ഒരു ഫൈനൽ മെഡിസിനേക്ക് എത്തുവാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് മോസ്റ്റ്ലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. വളരെ എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. സർ, ഇതിൻ്റെ മെയിനായിട്ടുള്ള അലർജിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അലർജിയുടെ ലക്ഷണങ്ങൾ ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് ബീഫ്. ചില കുട്ടികൾക്ക് അല്ലെങ്കിൽ ചിലവർക്ക് ബീഫ് കഴിച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ദേഹത്ത് റാഷസ് ഉണ്ടാവും. അതൊരു അലർജിക് ലക്ഷണമാണ്. അന്നേരം ബീഫ് കഴിക്കാൻ പറ്റാത്തതല്ല, ബീഫിനകത്ത് ചേർന്ന ഒന്നില്ലെങ്കിൽ കറിയിൽ ചേർന്നിരിക്കുന്ന മസാലയുടെ എന്തെങ്കിലും അലർജി ആയിരിക്കും, അല്ലെങ്കിൽ ബീഫിൻ്റെ അലർജി ആയിരിക്കും. പിന്നെ കാണുന്നത് ആദ്യം എൻ്റെ അടുത്ത് ചോദിച്ചതുപോലെ തന്നെ രാവിലെ എണീക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, അത് ക്ലൈമറ്റ് ചേഞ്ചും കൊണ്ട് വരുന്നതാണ്. പിന്നെ ഡസ്റ്റ് അങ്ങനെയുള്ള ഇതും കൊണ്ട് വരുന്നതാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫാമിലി ഫാമിലിയിൽ ഒരാൾക്ക് അലർജി ഉണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് ഈ അലർജി എന്നുള്ളൊരു രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കയറി വരുന്നത്. അത് സിംറ്റംസ് ആയിട്ട് വരുന്ന ഇച്ചിങ് ആയിരിക്കാം, സ്നീസിങ് ആയിരിക്കാം ആണ്. ഇനി ഒരു 6 മന്തിൽ കൂടുതൽ ഇങ്ങനെ ഒരു അലർജി റെക്കറൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവരുടെ IgE കൗണ്ട് കൂടുകയും പിന്നെ അതൊരു റെസ്പിറേറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് പോകുമ്പോഴാണ് ഒരു അലർജിക് ആസ്മ കേസിലേക്ക് പോകാനുള്ള ചാൻസ് വരുന്നത്. ഈ അലർജിക്ക് മെഡിസിൻ കഴിക്കുന്നവർ പറയാറുണ്ട്, ഞാൻ അലർജിക്ക് മെഡിസിൻ കഴിക്കുകയാണ്, അതുകൊണ്ടിട്ട് എനിക്ക് ഇന്ന ആഹാരങ്ങൾ കഴിച്ചുകൂടാ അല്ലെങ്കിൽ കോഫി കുടിച്ചുകൂടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് ശരിയാണോ, അതോ അത് കഴിക്കുന്ന ടൈമിൽ മാത്രമാണോ? അത് ആ കഴിക്കുന്ന സമയത്താണ്. കാരണം ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ ഡസ്റ്റ് അല്ലെങ്കിൽ കോൾഡ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ് വരുന്നത്. നമ്മുടെ മെഡിസിൻ ഗ്രാജുവലി ആണ് കുറയുന്നത്. അതായത് നമുക്ക് ഈ ഒരു കൗണ്ട് കുറയണം. ഈ കൗണ്ട് കുറഞ്ഞു വരുന്ന ഒരു പീരീഡ് ടൈം വരെ നമ്മൾ ഈ തരം ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഓൾറെഡി ഈ ചില മറ്റേ പൊടികൾ, മീൻസ് മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള ചിലർക്ക് വരുന്ന മസാലകളൊക്കെ ഇഷ്യൂസ് വരുന്നുണ്ട്. അന്നേരം അവർ ഒരു ക്യൂറിലേക്ക് എത്തുന്ന ഒരു ടൈം പീരീഡ് വരെ അവരിതൊന്ന് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർക്കും സുഖമാണ്, മരുന്ന് കഴിക്കുന്ന രോഗിക്കും സുഖമാണ്. കാരണം എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ച് അവർക്ക് പെട്ടെന്നൊരു അലർജി വരുമ്പോൾ അവർ ഭയങ്കര ടെൻസ്ഡ് ആവും. അങ്ങനെ വരുമ്പോൾ ഹോമിയോപ്പതി മെഡിസിൻ കഴിച്ചിട്ട് ബെറ്റർ ആവണില്ല എന്നുള്ളൊരു പരാമർശങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടുപേരുടെ ഒരു സേഫ് സോണിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം പീരീഡ് വരെ, ഞാൻ പൊതുവെ പറഞ്ഞതുപോലെ 6 മന്ത് ഓർ 1 ഇയർ വരെ ഈ ഒരു നമ്മുടെ ലാബ് റിപ്പോർട്ട് നോർമൽ ആകുന്ന വരെ ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളൊന്ന് ചുരുക്കുന്നതാണ് നല്ലത്. പക്ഷേ നോർമൽ ആയി കഴിഞ്ഞാൽ തീർച്ചയായും ഭക്ഷണങ്ങൾ കഴിച്ചു നോക്കണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഭക്ഷണം കഴിക്കാതിരുന്നു അവരുടെ അലർജി കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഫൈനലിലേക്ക് എത്തുമ്പോൾ എൻ്റെ പേഷ്യൻസിനോട് ഞാൻ സജസ്റ്റ് ചെയ്യും, നിങ്ങൾ ബീഫ് കഴിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നോക്കും. അതിൻ്റെ ഒരു 2 മന്ത്സ് ഇങ്ങോട്ട് വെയിറ്റ് ചെയ്യും. വേറെ ഇഷ്യൂസോ സെൻസിറ്റീവ് റിയാക്ഷനോ ഒന്നും ഇല്ലെങ്കിൽ ആ കേസ് കംപ്ലീറ്റ് ക്യൂറാണ്. നമ്മുടെ ബോഡിക്ക് ഓൾറെഡി ഒരു പ്രതിരോധ ശേഷി ഉണ്ട്. അപ്പോൾ അത് കുറയുന്നത് കൊണ്ടിട്ടാണോ ഈ അലർജി വരുന്നത്? അതെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾക്ക് നമ്മുടെ ശരീരത്തിലെ ഡിഫെൻസീവ് മെക്കാനിസത്തിൻ്റെ
അവൈലബിലിറ്റി കുറവ്, അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് കുറയുമ്പോഴാണ് പുറത്തുനിന്നുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മുടെ ബോഡിയിൽ വരുമ്പോൾ വരുന്നത്. ഇപ്പോൾ ഹോമിയോപ്പതിയിലാണെങ്കിൽ അതിനൊരു വൈറ്റൽ ഫോഴ്സ് എന്നുള്ളൊരു രീതിയിൽ ഹോമിയോപ്പതിയിൽ അതിന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു എനർജി ഉണ്ടെന്നും ആ എനർജി ഡൗൺ ആവുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ആ എനർജിക്ക് ഡൗൺ ആവുന്ന ഈ തന്നെ രീതിയിലായിരിക്കാം ഫാമിലി ഹിസ്റ്ററിയോ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസോ അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ പ്ലെയിൻസിലോ മെൻ്റൽ പ്ലെയിൻസിലോ എന്തെങ്കിലും ഒരു ചെറിയൊരു കറപ്ഷൻസോ എന്തെങ്കിലും ഫീലിങ്സ് വരുമ്പോൾ വരുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഡിഫെൻസീവ് മെക്കാനിസം കുറയും. അങ്ങനെയുള്ള സമയത്താണ് ഇങ്ങനെയുള്ള അറ്റാക്ക് മീൻസ് ഇങ്ങനെയുള്ള സെൻസിറ്റീവ് റിയാക്ഷൻ വരുന്നത്. നമ്മുടെ ഈ മറ്റുള്ള ഈ ഇംഗ്ലീഷ് മെഡിസിൻ പോലെ ഈ ഹോമിയോയുടെ മെഡിസിൻസിന് സൈഡ് എഫക്ട്സ് ഉണ്ടോ? ഇല്ല, വളരെ സൈഡ് എഫക്ട്സ് ഉണ്ടോയെന്ന് വെച്ചാൽ ഒരു രജിസ്റ്റേർഡ് പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഒരു ഹോമിയോപ്പതി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് ഒരു സൈഡ് എഫക്റ്റ് വരുന്നില്ല. ഇപ്പം ഇതിനകത്ത് ഒരു നെഗറ്റീവായിട്ട് പറയുന്നത് ചിലർ കണ്ട ഈ അഡ്വർടൈസ്മെൻറ്റിലും കാണുന്ന മെഡിസിൻസ് ഇന്നത് കഴിച്ചാൽ നിങ്ങൾക്ക് ഇന്നത് കുറയും എന്നുള്ളൊരു കൺസെപ്റ്റിൽ പോകുമ്പോൾ അവരതിൻ്റെ എമൗണ്ട് ഓഫ് മെഡിസിൻസ് പ്ലെൻറ്റി ആയിട്ട് യൂസ് ചെയ്യുന്നു, വളരെ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഹോമിയോപ്പതി മെഡിസിൻ സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറയുമ്പോഴും അതിന് ഇപ്പോൾ മെഡിസിൻ സെലക്ട് ചെയ്യാൻ ഇപ്പം എനിക്ക് വരുന്ന മെഡിസിൻ ആയിരിക്കില്ല മേഡത്തിന് വരുന്നത്. രണ്ടുപേരുടെയും തെർമലും ഫിസിക്കലും മെൻ്റലും പർട്ടിക്കുലറും പിന്നെ മെഡിസിൻസ് രോഗത്തിൽ നിന്നുണ്ടാകുന്ന സിംറ്റംസ് ബേസ് ചെയ്താണ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അലർജിക്ക് ഈ മെഡിസിൻ കഴിച്ചാൽ ഒരാളുടെ അലർജി മാറുമെന്ന് നമുക്ക് ഒരു ഫ്രാങ്ക് ആയിട്ട് ഒരു വേഗമായിട്ട് പറയാൻ സാധിക്കില്ല. ആ വ്യക്തിയുടെ കേസ് ടേക്കിങ് ഡീറ്റെയിൽ ആയിട്ട് കേസ് എടുത്ത് ആ വ്യക്തി നമ്മുടെ അടുത്ത് പറയുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ചായിരിക്കും ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു രീതിയിലും സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ആവശ്യമില്ലാതെ ഓവർ യൂസ് ഓഫ് മെഡിസിൻസ് ആണ് സൈഡ് എഫക്റ്റിലേക്ക് വരുന്നത്. അത് വളരെ കുറവാണ്. ഡോക്ടർ, വിട്ടുമാറാത്ത ജലദോഷം, തുമ്മൽ, ചെവിവേദന, കണ്ണ് ചൊറിച്ചിൽ, മൂക്ക് ചൊറിച്ചിൽ എന്നിവ അലർജി മൂലമാണ് ഉണ്ടാകുന്നത്, ആണോ സാർ? അതെ, അലർജി മൂലം ഉണ്ടാകുന്ന ഒരു സെൻസിറ്റീവ് റിയാക്ഷനാണ് ഈ പറഞ്ഞ ഇച്ചിങ്, കണ്ണ് കടിക്കൽ, കണ്ണിൽ നിന്ന് വെള്ളം വരവ്, തുമ്മൽ വരിക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അലർജിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സിംറ്റം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഈ ഒരു ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് ഹോമിയോയിൽ ട്രീറ്റ് ചെയ്യുന്നത്? ഹോമിയോയിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കേസ് ടേക്കിംഗ്, പിന്നെ അവരുടെ ഫാമിലി ഹിസ്റ്ററി, പിന്നെ പേഷ്യൻറ്റിൻ്റെ എന്തെങ്കിലും ഇമോഷണൽ ലെവൽസ്, മെൻ്റൽ ലെവൽസിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആൾട്രേഷനോ എന്തെങ്കിലും ചേഞ്ചസോ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു ഹോമിയോപ്പതി ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ട് കേസ് എടുക്കുമ്പോൾ അവർക്കത് ലഭിക്കുകയും അതെല്ലാം വെച്ചിട്ട് ആ വ്യക്തിയെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അതെനിക്ക് നല്ല രീതിയിലൊരു സക്സസ് റേറ്റിലേക്ക് എത്തിച്ചു തരാൻ സാധിച്ചിട്ടുണ്ട്. സർ, ഏത് സാഹചര്യത്തിലാണ് അലർജിക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നത്? അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ 1-2 ദിവസത്തെ ഒരു തുമ്മലെന്ന് പറഞ്ഞാൽ നമുക്കത് അലർജി എന്നുള്ള രീതിയിൽ എടുക്കാമെങ്കിലും അതൊരു വലിയൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകണ്ട. റെക്കറൻ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു 1 മന്ത് നോക്കുമ്പോൾ സ്ഥിരമായിട്ട് രാവിലെ എണീക്കുമ്പോൾ തുമ്മൽ, കണ്ണ് ചൊറിച്ചിൽ, കണ്ണിൽ നിന്ന് വെള്ളം വരവ്, അങ്ങനെ സ്കിൻ റാഷസ്, അങ്ങനെയൊക്കെ റെക്കറൻ്റായിട്ട് റിപ്പീറ്റ്ലി വരുന്നുണ്ടെങ്കിൽ അതൊരു ഹോമിയോപ്പതി ഡോക്ടറിനെ സമീപിക്കുക. എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവരുടെ മുമ്പിൽ ഡീറ്റെയിൽ ആയിട്ടൊരു കേസ് ടേക്കിങ്ങിന് രോഗി വിധേയനാവുക. രോഗിയുടെ എല്ലാ ഡീറ്റെയിൽസും ആ ഡോക്ടറിനോട് പറയുകയും ഫാമിലി ഹിസ്റ്ററിയും പറയണതനുസരിച്ച് ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയും ഒരു 6 മന്തിനുള്ളിൽ അതിന് നല്ലൊരു വ്യത്യാസം വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ അലർജി രോഗമുള്ളവർ കഴിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള ആഹാരങ്ങളും അവരെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതും എന്നൊക്കെ ഒന്ന് പറയാമോ? അലർജി രോഗികളിൽ കോമൺലി പറയുന്ന കാര്യങ്ങൾ സീ ഫുഡ്സ് അവോയ്ഡ് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പാക്ക്ഡ് ഫുഡ്സ് എത്രമാത്രം ക്ലിയർ ആണ് എന്ന് നമുക്കും ഡൗട്ടുണ്ട്. അതുപോലെ ഈ സിന്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചേർത്തിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, അജിനോമോട്ടോ പോലത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ മാറ്റുക. പിന്നെ നമുക്ക് അലർജി നമുക്കിപ്പോൾ 1-2 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അലർജി വരുന്ന സബ്സ്റ്റൻസ് എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനെയുള്ള ഭക്ഷണങ്ങളെല്ലാം നമ്മളൊന്ന് വളരെ ചുരുക്കുക. എന്നിട്ടൊരു ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക. ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് വരുന്നത് വരെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ സെൻസിറ്റീവ് ആകുന്ന ഭക്ഷണ സാധനങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കി ആ ഒരു ട്രീറ്റ്മെൻറ്റ് തീരുന്നവരെ നമ്മൾ സഹകരിക്കുക. അതാണ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് അലർജി രോഗമുള്ള രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ലക്ഷണങ്ങളും ഒക്കെ ഇതാണ്. അപ്പോൾ ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം. താങ്ക് യു.